നമസ്കാരം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന ഒരു പഴയ ചൊല്ലുണ്ട്. നമ്മുടെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയാണ്. ശൈലകമന്ത്രി ആരംഭിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വലിപ്പം മാത്രമല്ല, നമ്മുടെ തുറമുഖത്തിന്റെ ലൊക്കേഷൻ വളരെ വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ ആ ലൊക്കേഷന്റെ അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താൻ ഇന്ന് വരെ കാര്യമായ യാതൊരു ശ്രമവും ഭരണകൂടങ്ങൾ ദയവേ അത് തെറ്റിദ്ധരിക്കേണ്ട, കേരളം മാത്രമല്ല കേന്ദ്രവും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഇതൊക്കെ നേരത്തെ അറിയാമെങ്കിലും ഓരോ കഥകൾ, നമ്മുടെ ചുറ്റിലും നടക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ, വായിക്കുമ്പോൾ കൂടുതൽ വേദനയോടെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. കിങ്ഡം ഓപ്പൺസ് ന്യൂ ഷിപ്പിംഗ് റൂട്ട് ടു ബഹ്റൈൻ. കിങ്ഡം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് മിക്കവാറും അങ്ങനെ പേര് ഉപയോഗിക്കുന്നത്. പണ്ട് UK ആണ് കിങ്ഡം എന്നൊക്കെ പറയുന്നത്. ഇവിടെ സൗദി അറേബ്യയെ കുറിച്ചാണ് പറയുന്നത്. കിങ്ഡം ഓപ്പൺസ് ന്യൂ ഷിപ്പിംഗ് റൂട്ട് ടു ബഹ്റൈൻ. ബഹ്റൈനോട് തൊട്ടടുത്തൊരു ഐലൻഡാണ്. അവിടത്തേക്ക് കാരണം എന്താണ്, ഇപ്പോൾ ഹോർമൂസ് അടച്ചോടുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കാർഗോ ഓരോ രാജ്യത്തും ഒരു പോർട്ടുകളിലും എത്തുന്നില്ല. അപ്പൊ അതിന് പരസ്പര സഹകരണം എന്നുള്ള നിലയ്ക്ക് സാധ്യതകളുള്ള രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെ ഈ ക്രൈസിസ് അതിജീവിക്കാം എന്നുള്ളതാണ് അവർ നടത്തുന്ന ഗവേഷണം. നമുക്ക് അങ്ങനെ ഒരു ഗവേഷണവുമില്ല, ചിന്തയുമില്ല, ഒന്നുമില്ല എന്നുള്ളിടത്ത് ഈ സൗദി അറേബ്യയുടെ നീക്കം നമ്മൾ വളരെ വളരെ ഗഹനമായി പഠിക്കേണ്ടതാണ്. ദ സൗദി പോർട്സ് അതോറിറ്റി നോൺ ആസ് മവാനി, അവരുടെ പോർട്ട് അതോറിറ്റിയുടെ പേര് ലോക്കൽ അറബി പേരാണ് മവാനി, launched a maritime link with Bahrain through the Gulf Shuttle Shipping Service operated by നമ്മുടെ MSC തന്നെയാണ്, operated by MSC via King Abdul Aziz Port in ദമാം. ഇടയ്ക്ക് ദമാം എന്ന് നമുക്ക് കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും വന്നിട്ടുള്ളത് അൽ ജുബൈൽ നിന്നാണ്. അവരുടെ പ്രധാന പോർട്ടാണ് ദമാം. ആ ദമാമിലെ കിങ് അബ്ദുൾ അസീസ് പോർട്ട്, അവിടെ നിന്ന് ബഹ്റൈനിലെ പോർട്ടിലോട്ട് MSC തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നൊരു സർവീസ്. അപ്പൊ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സൗദി അറേബ്യക്കുള്ള അഡ്വാൻറ്റേജ്, അവർക്ക് റെഡ് സീ വഴി കാർഗോ വരുന്നുണ്ട്. അവരുടെ കാർഗോ ഹോർമോസ് കാരണം തടയപ്പെട്ടിട്ടില്ല. അവർക്കൊരു ബദൽ മാർഗമുള്ളത് റെഡ് സീയിലുള്ള ജദ്ദ പോർട്ട്, യാൻബു പോർട്ട് തുടങ്ങിയ പോർട്ടുകൾ വഴി അവരുടെ കാർഗോ വരുന്നത് MSC വഴി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് സൗദിയിൽ നിന്ന്, ദമാമിൽ നിന്ന് ബഹ്റൈനിലോട്ട് എത്തിക്കുന്നതാണ് പുതിയ നീക്കം. അവരുപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ദി ഷട്ടിൽ സർവീസ് കണക്ട്സ് കിങ് അബ്ദുൾ അസീസ് പോർട്ട് വിത്ത് ഖലീഫ ബിൻ സൽമാൻ പോർട്ട് ഇൻ ബഹ്റൈൻ വിത്ത് എ കപ്പാസിറ്റി ഓഫ് അപ് ടു 3000 സ്റ്റാൻഡേർഡ് കണ്ടെയ്നേഴ്സ്. 3000 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പൽ വഴിയാണ് കിങ് അബ്ദുൾ അസീസ് പോർട്ട് സൗദി അറേബ്യയിൽ നിന്ന് ഖലീഫ ബിൻ സൽമാൻ പോർട്ട്, നമ്മുടെ ഈ ഖലീഫ ബിൻ സൽമാനിൽ നിന്നും TRVയിലോട്ട് കപ്പലുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ ഇൻട്രാ ട്രാൻസ്ഫർ നടത്തുകയാണ് കാർഗോ. അപ്പോ സൗദിയിൽ നിന്ന് ബഹ്റൈനിലോട്ട് 3000 TEU കണ്ടെയ്നർ ഫീഡർ വെസലില് സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ തുടക്കം MSC വഴി ഓപ്പറേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. ദ ഇനിഷ്യേറ്റീവ് ഈസ് പാർട്ട് ഓഫ് മവാനീസ് എഫേർട്സ് ടു സ്ട്രെങ്തൻ ദ കിങ്ഡംസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബ്ബ്. അവരെ അഭിനന്ദിക്കണം, അവരെ അഭിവാദ്യം ചെയ്യണം. പൊസിഷൻ കണ്ടോ? ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ പൊസിഷൻ എവിടെയാണ് ഇരിക്കുന്നത്? അതും ഹോർമൂസ് കാരണം തടയപ്പെട്ടിരിക്കുന്നു. അപ്പോഴും അവരുടെ ആഗ്രഹങ്ങളുടെ ചിറകുകൾ അവർ വിടർത്തി പറക്കാൻ ശ്രമിക്കുകയാണ്. ദിസ് ഇനിഷ്യേറ്റീവ് ഈസ് പാർട്ട് ഓഫ് മവാനീസ് എഫേർട്സ് ടു സ്ട്രെങ്തൻ ദ കിങ്ഡംസ് പൊസിഷൻ ആസ് എ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബ്ബ്. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് അവർ തയ്യാറല്ല. എല്ലാവർക്കും ലോകം മുഴുവൻ എത്തുന്ന തരത്തിലുള്ള ലോജിസ്റ്റിക്സ് ആണ് അവരുടെയൊക്കെ മനസ്സിലുള്ള സ്വപ്നം.
ആൻഡ് എ കീ ലിങ്ക് കണക്ടിംഗ് 3 continents: ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഈ 3 കോണ്ടിനെന്റ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? ഹോർമോസിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്ന സൗദി അറേബ്യയിലെ ദമാം പോർട്ടിനാണ്. വാസ്തവത്തിൽ അവരെ സല്യൂട്ട് ചെയ്യണം. ഈ ക്രൈസിസിന്റെ സമയത്തും അവരുടെ ചിന്തകൾ അത്തരത്തിലുള്ളതാണ് എന്നുള്ളത് നമ്മുടെ ഈ സ്വർഗം താണിറങ്ങി വന്നിരിക്കുന്ന നമ്മുടെ തുറമുഖവും അതിന്റെ ലോജിസ്റ്റിക്സ് ലൊക്കേഷനും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ഡീപ് ഡ്രാഫ്റ്റും ആഗോള കപ്പൽ പാതയും വാസ്തവത്തിൽ ഇവിടെ തീമഴ പെയ്തില്ലെങ്കിൽ അതിശയം തന്നെയാണ്. അത്ര ഗുരുതരമായ വീഴ്ചയാണ് ഭരണകൂടങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, സഹാക്കൾ തെറ്റിദ്ധരിക്കേണ്ട, ഭരണകൂടങ്ങൾ ഈ തുറമുഖത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന. അതിനപ്പുറമൊന്നും പറയാനില്ല. അവഗണന തീർത്തും തലസ്ഥാന നഗരിയിലാണ് ഈ പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ അവഗണന ഇപ്പോഴും TRV നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്താണ് സൗദി അറേബ്യ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബ് ആകാൻ തീരുമാനിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനം. എന്താണ് അവരുടെ ധൈര്യം? ഇവിടെ 140-150 കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ സൗദി അറേബ്യയ്ക്ക് ആകെ ഉള്ളത് 3.5 കോടിയാണ്. കേരളത്തിന്റെ അത്രയാണ് ജനം, പക്ഷെ ലാൻഡ് ഏരിയ ഇഷ്ടം പോലെയുണ്ട്. 3.5 കോടി ജനമുണ്ട് സൗദിയിൽ. ഇറാഖിൽ 4 കോടി, UAE 1.25 കോടി, ഖത്തർ 31 ലക്ഷം, കുവൈറ്റ് 51 ലക്ഷം, ബഹ്റൈൻ 16 ലക്ഷം, ഒമാൻ 56 ലക്ഷം. ഇത്രയും മാർക്കറ്റാണ് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കേറ്റർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ 140 കോടിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആടും പൂടയും എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും അവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു ലിമിറ്റും അവർ വെക്കുന്നില്ല. ഒരു ഗ്ലോബൽ ഹബ് ആകാനാണ്. ആസ് എ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ഹബ് ആൻഡ് എ കീ ലിങ്ക് കണക്ടിംഗ് 3 continents. നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? ഈ സൗദി അറേബ്യ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്? എന്തൊക്കെ സ്വപ്നങ്ങളാണ് കാണേണ്ടത്? ഇവിടെ ഗേറ്റ് തുറക്കാതെ തുരുമ്പെടുത്ത ആ താഴ് പോലും തുരുമ്പെടുത്ത് തകർന്നു വീഴാവുന്ന പരുവത്തിലെത്തിയിട്ടും ഗേറ്റ് തുറക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് 3 നേരം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ അത്ര തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിനെയൊക്കെ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരല്പം വൈകും. ഈ ഗൂഢാലോചനയും തന്ത്രവും ഇതിനെയൊക്കെ തകർത്തെറിയുന്ന ഒരു കാലം വരുമെന്ന് മാത്രമാണ് സൗദി അറേബ്യയുടെ കഥ പറയുമ്പോൾ. കിങ് അബ്ദുൽ അസീസ് പോർട്ട് ഈസ് വൺ ഓഫ് ദ കിങ്ഡംസ് വൈറ്റൽ പോർട്സ് കണക്ടിംഗ് ഇറ്റ് ടു ഗ്ലോബൽ ഇക്കോണമീസ്. ലോകം മുഴുവൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് അവരുടെ ഈ ദമാമിലെ പോർട്ട്. It is distinguished by advanced infra and integrated logistic facilities and include 43 berths. ദമാം പോർട്ട് 43 ബർത്ത് ഉണ്ട് അവർക്ക്. നമുക്കിവിടെ 1.5 ബർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. 43 ബർത്ത് വെച്ചിട്ട് ലോകം മുഴുവൻ അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം. ഈ സമയത്ത് ബോംബ്, മിസൈല്, സ്കഡ് എല്ലാം വീണുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അവർ ബദൽ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഫിനിക്സ് പക്ഷിയുടെ ശ്രമമാണ് സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ പോർട്ടിന്റെ പരിസരത്തുള്ള ചില റിസോർട്ടുകാർ വാർഫിന്റെ ബർത്തിന്റെ നീളം കൂടുന്നതനുസരിച്ച് തങ്ങളുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടതിന് നാട്ടുകാർ ഒന്നാന്തരം മറുപടി കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ പോസ്റ്റർ പ്രചരണം ഇങ്ങനെയാണ്: പുളിങ്കുടി വാർഡിലെ തീരദേശത്തുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പുറമ്പോക്ക് ഭൂമി കണ്ടുകെട്ടുക, ഹാർബറിന്റെ പണി തടസ്സപ്പെടുത്തുന്ന ഞാൻ അടുത്ത വാക്ക് വായിക്കുന്നില്ല, രാഷ്ട്രീയ ഇന്ന ആളുകളെ ഒറ്റപ്പെടുത്തുക, ടൂറിസത്തിന്റെ പേരിൽ പൊതുജനങ്ങൾക്കുള്ള ബീച്ച് കയ്യേറുന്നത് അവസാനിപ്പിക്കുക. ഇത്തരത്തിൽ ആ പ്രദേശത്ത് തന്നെ ജനങ്ങൾ സംഘടിച്ച് ഈ പറയുന്ന ഒരു റിസോർട്ടാണ് പ്രധാനമായിട്ടും തുറമുഖത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള വ്യാജേന രംഗത്ത് വന്നിരിക്കുന്ന പ്രത്യേക റിസോർട്ടിനെ തന്നെയാണ് നാട്ടുകാർ ഈ പോസ്റ്റർ ക്യാമ്പയിനിലൂടെ തിരിച്ച് ആക്രമിക്കുന്നത്.